ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സെനി റോയ്. തെറ്റായ ഭക്ഷണ രീതിയും വ്യായാമമില്ലായ്മയുമെല്ലാം മൂലമുണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ടൈപ്പ് 2 പ്രമേഹം. ജീവിതശൈലിയിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുന്നത് വഴി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സാധിക്കും. പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നാരങ്ങ. നിരവധി വിറ്റാമിനുകളും പോഷകങ്ങളും അടങ്ങിയ ഒരു സിട്രസ് ഫ്രൂട്ടാണ് നാരങ്ങ. ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിൻ സിയും അടങ്ങിയ നാരങ്ങയിൽ ഫോളേറ്റ്, കാൽഷ്യം, ഇരുമ്പ്, പൊട്ടാസ്യം, സിങ്ക്, മാംഗനീസ്, പ്രോട്ടീൻ തുടങ്ങിയവയും അടങ്ങിയിരിക്കുന്നു. ദിവസവും നാരങ്ങ വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. ഫൈബർ ധാരാളം അടങ്ങിയ ഒരു ഭക്ഷ്യവസ്തു കൂടിയാണ് നാരങ്ങ. അതിനാൽ നാരങ്ങ വെള്ളം അല്പം ഉപ്പിട്ട് കുടിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് നല്ലതാണ്. നാരങ്ങയുടെ ഗ്ലൈസീമിക് സൂചികയും കുറവാണ്. അതിനാൽ ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കാൻ സഹായിക്കും. വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളം അടങ്ങിയ നാരങ്ങ പ്രമേഹം വരാനുള്ള സാധ്യതയും കുറയ്ക്കും. നിർജ്ജലീകരണം തടയാനും നാരങ്ങ വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഗുണം ചെയ്യും. അതുവഴിയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സാധിക്കും. കൂടാതെ നാരങ്ങയിൽ കലോറിയും വളരെ കുറവാണ്. 100 ഗ്രാം നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നത് വെറും 29 കലോറി മാത്രമാണ്. അതിനാൽ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നാരങ്ങ വെള്ളം ഡയറ്റിൽ ഉൾപ്പെടുത്താം. എല്ലാ ദിവസവും രാവിലെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളത്തിൽ കുറച്ച് തേൻ ചേർത്ത് വെറും വയറ്റിൽ കുടിക്കുന്നത് നിങ്ങളുടെ മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഒപ്പം ഇത് ശരീരഭാരം കുറയ്ക്കാനും അതുവഴി പ്രമേഹത്തെ നിയന്ത്രിക്കാനും സഹായിക്കും. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ നാരങ്ങ വെള്ളം ദിവസവും കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഏറെ സഹായിക്കും. കൂടാതെ ദഹന പ്രശ്നങ്ങൾക്ക് മികച്ച പ്രതിവിധി കൂടിയാണ് നാരങ്ങ വെള്ളം. രാവിലെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിക്കുന്നത് വയറ്റിലെ മാലിന്യങ്ങളെ പുറത്താക്കാനും മലബന്ധം ഒഴിവാക്കാനും സഹായിക്കും. ഇനി നാരങ്ങ വെള്ളം കുടിക്കുന്നത് കൂടാതെ ഭക്ഷണത്തിന് മുകളിൽ കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നതും നല്ല ദഹനത്തിന് സഹായിക്കും. പൊട്ടാസ്യം ധാരാളം അടങ്ങിയതിനാൽ നാരങ്ങ വെള്ളം കുടിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ഒരു കപ്പ് നാരങ്ങയിൽ ഏതാണ്ട് 280 മില്ലിഗ്രാം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് രക്തസമ്മർദ്ദമുള്ളവർക്ക് നാരങ്ങ വെള്ളം ഉത്തമമാണ്. പക്ഷേ രക്തസമ്മർദ്ദമുള്ളവർ ഉപ്പിടാതെ വേണം നാരങ്ങ വെള്ളം കുടിക്കാൻ. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയ നാരങ്ങ വെള്ളം പതിവാക്കുന്നത് ഹൃദ്രോഗ സാധ്യതകളെ കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ നാരങ്ങ വെള്ളം പതിവായി കുടിക്കുന്നത് വൃക്കയിൽ കല്ലുണ്ടാകാനുള്ള സാധ്യതയെ തടയാനും സഹായിക്കും. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയ നാരങ്ങ വെള്ളം കണ്ണുകളുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയ നാരങ്ങ ചർമ്മത്തിൻ്റെയും തലമുടിയുടെയും ആരോഗ്യത്തിന് ഗുണം ചെയ്യും. ഇനി തടി കുറയ്ക്കാൻ പല വഴികളും പരീക്ഷിക്കുന്നവരുണ്ട്. തടി സൗന്ദര്യത്തെക്കാൾ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒന്നാണ്. പല രോഗങ്ങൾക്കും പ്രധാനപ്പെട്ട കാരണമാണ് തടി എന്നത്. തടി കുറയ്ക്കാൻ വ്യായാമവും ഭക്ഷണ നിയന്ത്രണവുമെല്ലാം തന്നെ വളരെ പ്രധാനമാണ്. ഇതിനോടൊപ്പം ചില പ്രത്യേക വീട്ടുവൈദ്യങ്ങൾ പരീക്ഷിക്കുന്നതും ഗുണം ചെയ്യും. ഇതിൽ പാനീയങ്ങൾ പ്രധാനമാണ്. ഇത്തരത്തിലെ ഒരു പാനീയമാണ് ലെമൺ പീൽ വാട്ടർ. തടി കുറയ്ക്കാൻ ഏറെ ഫലപ്രദമായ മോർണിംഗ് ഡ്രിങ്ക് കൂടിയാണിത്. തടി കുറയ്ക്കാൻ മാത്രമല്ല, ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഈ ഒരു പാനീയം. അപ്പോൾ ഈ ഒരു പാനീയം തയ്യാറാക്കാനായി ഞാനിവിടെ 2 നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. നാരങ്ങ നല്ലതുപോലെ കഴുകിയതിനു ശേഷം 2 കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാം. ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ പിഴിഞ്ഞെടുത്ത ഈ നാരങ്ങാത്തൊലി ഉണ്ടല്ലോ, ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത ഈ നാരങ്ങാത്തൊലി ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2-3 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. നന്നായി തിളപ്പിക്കുക. 5 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിക്കണം. 5 മിനിറ്റിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക. ഈ വെള്ളം ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുക. കുറച്ചു നേരം ചൂടാറാനായി മാറ്റി വയ്ക്കുക. ചൂടാറിയതിനു ശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ തേൻ കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. കുടിക്കുക. ഷുഗർ ഉള്ളവർ തേൻ ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഒരു ദിവസം രാവിലെ വെറും വയറ്റിൽ ഈ വെള്ളം കുടിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം. ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക. പിറ്റേ ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു പാനീയം തടി കുറയ്ക്കാൻ വളരെ നല്ലതാണ്. തടി മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു പാനീയം കൂടിയാണ്. ട്രൈ ചെയ്യാം. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഈ ഒരു പാനീയം മാത്രം കുടിച്ച് തടി കുറയ്ക്കാം, ഷുഗർ കുറയ്ക്കാം, കൊളസ്ട്രോൾ കുറയ്ക്കാം എന്ന് വിചാരിക്കരുത്. ഫൈബർ അടങ്ങിയ ഡയറ്റ് ഫോളോ ചെയ്യണം. ഫൈബർ നല്ലതുപോലെ ചെല്ലുമ്പോഴാണ് ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും തടിയൊക്കെ പെട്ടെന്ന് കുറയ്ക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇലക്കറികളും പച്ചക്കറികളും ഡയറ്റിൽ ഉൾപ്പെടുത്തണം. പ്രോട്ടീൻ ലഭിക്കാനായി പയർവർഗ്ഗങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. പിന്നെ മുഴുവനോടെയുള്ള ധാന്യങ്ങളുമൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക.
അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.